രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചു കോൺഗ്രസ്. സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അധീർ രഞ്ജൻ ചൗധരിയും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല. ഡൽഹിയിൽ നിന്ന് ബാലുഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലു, ഈ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകിയെങ്കിലും ഇനി ഉറപ്പിച്ചു പറയാൻ പോകില്ല എന്ന്. തീർച്ചയായും ഉറപ്പിച്ചു തന്നെ പറയാം. കോൺഗ്രസ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പ് പുറത്തിറക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ നേതാവായ ജയറാം രമേശാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വാർത്താക്കുറിപ്പിലാണ് ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ജനുവരി 22 നടക്കുന്ന അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായ സോണിയാഗാന്ധിയും ലോക്സഭയിലെ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ആശയക്കുഴപ്പങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും അതുപോലെ തന്നെ അധീർ രഞ്ജൻ ചൗധരിയും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ ഇവയാണ്. ഈ മതം ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ വിഷയമാണ്. എന്നാൽ ഈ അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് RSSും BJPയും നടത്തുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണി പൂർത്തിയാക്കാത്ത അമ്പലം, പണി പൂർത്തിയാകാത്ത ക്ഷേത്രം ഇപ്പോൾ തിരക്കിട്ട് അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നുമാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാമ ജന്മഭൂമിയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് 2019 സുപ്രീം കോടതി വിധി തങ്ങൾ അംഗീകരിക്കുന്നുവെന്നും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഏറെക്കുറെ അല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ തീരുമാനം ആണിപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള MP-മാർ, KPCC, അതുപോലെ തന്നെ പശ്ചിമബംഗാൾ PCC എന്നിവ കോൺഗ്രസ് നേതൃത്വത്തോട് ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ തന്നെ ഹിമാചൽ ഘടകവും അതുപോലെ തന്നെ ഗുജറാത്ത് ഘടകവും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുന ഖാർഗെയും അധീർ രഞ്ജൻ ചൗധരിയും ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ജനുവരി 22 അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ഇപ്പോൾ ഈ ഇത്രയും ദിവസത്തെ മൗനത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ കേട്ടിരുന്ന ഒരു മറുപടി, ഇത് വ്യക്തിപരമായ ക്ഷണമാണ്, കോൺഗ്രസിനുള്ള ക്ഷണമല്ല, സോണിയാഗാന്ധിക്ക് ഇൻഡിവിജ്വലി ഉള്ള ക്ഷണമാണ്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മറുപടികൾ കേട്ടിരുന്നു. പക്ഷേ ഇന്ന് കോൺഗ്രസ് പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണ്. ഒരു ഘടകവും ഒരു വ്യക്തിയും കോൺഗ്രസിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല, അങ്ങനെയാണോ? ആര്യ, നിലവിൽ ഈ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ 3 പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ്. അതായത് പാർട്ടിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ രാജ്യസഭയിലെ പാർട്ടിയുടെ നേതാവുമായ മല്ലികാർജുന ഖാർഗെ, കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവായ സോണിയാഗാന്ധി, അതിനു പുറമെ ലോക്സഭയിലെ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരി. ഈ 3 പേരെയുമാണ് ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്ന നൃപേന്ദ്ര മിശ്ര നേരിൽ കണ്ട് ഈ ക്ഷണക്കത്ത് കൈമാറിയിരുന്നത്. ഈ 3 പേർക്ക് മാത്രമായിരുന്നു കോൺഗ്രസിൽ നിന്ന് നിലവിൽ ക്ഷണം ലഭിച്ചിരുന്നത്. അവരാണ് 22 അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നത്. കോൺഗ്രസ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വ്യക്തിപരമായ ക്ഷണമാണ്. അതായത് ഇവർക്ക് കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ലഭിച്ചിരുന്ന ക്ഷണമല്ല, മറിച്ച് ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന ക്ഷണം എന്ന തരത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. കോൺഗ്രസിൻ്റെ വിവിധ ഘടകങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഭിന്ന അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെയും ബംഗാളിലെ നേതാക്കൾ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാന ഘടകങ്ങളും അതുപോലെ കർണാടകത്തിലെ ചില നേതാക്കളുമൊക്കെ ഈ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷനും അല്ലെങ്കിൽ സോണിയാഗാന്ധിയും ഒക്കെ പങ്കെടുക്കണമെന്ന ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ചർച്ചയാണ് കോൺഗ്രസിൻ്റെ വിവിധ ഘടകങ്ങളിൽ നടന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. അതിനുശേഷമാണ് ഒരുപക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനം
സ്വാധീനിച്ചേക്കാവുന്ന ഒരു വിഷയം ആയിരുന്നിട്ട് പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞു ബാലു. ഈ കേരളത്തിലിരുന്ന നേതാക്കൾ പറയുന്നു അതുപോലെ ഒരു തീരുമാനം. കേരളത്തിലിരുന്ന എളുപ്പമാണ് നേതാക്കൾക്ക് അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് പറയുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് വേറെയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു തീരുമാനം എടുക്കുക എളുപ്പമല്ല. അവരെ സംബന്ധിച്ച് ജയ് ശ്രീറാം അല്ലെങ്കിൽ ശ്രീറാം മര്യാദ പുരുഷോത്തമനാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അങ്ങനെയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു നിലപാട് പറയൽ കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചത്. വളരെ വ്യക്തമായ, അതായത് വളരെ ഹ്രസ്വമായ ഒരു വാർത്താക്കുറിപ്പാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നതെങ്കിലും ആ വാർത്താക്കുറിപ്പിലെ രണ്ടാം ഖണ്ഡികയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കുന്നില്ല, അതായത് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നത് സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ പാർട്ടിയുടെ നിലപാട് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതാണ്. ഒന്ന്, 2019 ഈ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ്, ആ വിധി കോൺഗ്രസ് അംഗീകരിക്കുന്നുവെന്ന് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാമനെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവമാണ് എന്നും കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതെന്ന ചോദ്യത്തിന് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി, ഒരു രാഷ്ട്രീയ കാര്യമാക്കി മാറ്റുവാൻ വേണ്ടി BJPയും RSSും ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പണി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രം അത് എത്രയും വേഗം ഇപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നടത്തുന്നത് അല്ലെങ്കിൽ കടക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ BJPയുടെയും RSSന്റെയും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിൽ വീഴാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ കോൺഗ്രസ് തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളോടുമൊക്കെ പറയുന്നതെന്ന് വേണം കരുതാൻ. ഞാൻ ആ വാർത്താക്കുറിപ്പ് വായിക്കുകയായിരുന്നു ബാലു. അതിന്റെ ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാചകം ലാസ്റ്റ് മന്ത് എന്നാണ്. ലാസ്റ്റ് മന്തിലാണ് ഈ 3 പേർക്കും ക്ഷണം ലഭിച്ചത്. ഒരു മാസം എടുത്ത് ഈ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വരാൻ. ഡിസംബർ മാസമായിരുന്നു നൃപേന്ദ്ര മിശ്ര ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണക്കത്ത് നൽകിയിരുന്നത്. അതിൽ അന്ന് ഈ രാമക്ഷേത്ര ട്രസ്റ്റ് ഇതിനൊരു ചെറിയ ഒരു പാരാമീറ്റർ വെച്ചിരുന്നു. അതായത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാർ അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഒക്കെ കക്ഷി നേതാക്കൾ